മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഒരുങ്ങി സലാലയിലെ മലയാളി സമൂഹം. ഇന്ന് വൈകിട്ട് സലാലയിൽ നടക്കുന്ന പ്രവാസോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ചരിത്രത്തിലാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത്. അതിൻ്റെ പ്രധാന വേദിയാണ്. സഹസംഘം കൺവീനർ AK പവിത്രനാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ സലാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി സലാലയിലെത്തും. എല്ലാ ജനവിഭാഗങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വളരെ ഗംഭീരമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കേരള വിഭാഗമാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ന് ഇത്തിഹാദ് സ്റ്റേഡിയത്തിലേക്ക് മലയാളി സമൂഹവും അതോടൊപ്പം തന്നെ പ്രവാസി സമൂഹവും ഒന്നാകെയും ഒഴുകിയെത്തും എന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ. നമ്മുടെ മുഖ്യമന്ത്രി എത്തുന്നതിനുള്ള ആവേശം അലതല്ലുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ അൽ ഇത്തിഹാദ് സ്റ്റേഡിയം ഒരു ജനസാഗരമായി മാറും. വൈകുന്നേരത്തോടു കൂടി തന്നെ 6:30 നമ്മുടെ സ്റ്റേഡിയം ഇവിടെ തുറക്കപ്പെടുന്നതോടുകൂടി കലാപരിപാടികളും ഇതിനോടുകൂടി നടത്തപ്പെടുന്നുണ്ട്. ജനസഹസ്രം ഇതിനു വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സലാല മുഴുവൻ ഒരു മഹോത്സവത്തിൻ്റെ ആഹ്ലാദത്തിമിർപ്പിലാണ്. സലാലയിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരേൽക്കാനായി ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ പ്രവാസ സമൂഹം മുഴുവനും അതിന് ആതിഥേയത്വം വരുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനത്തിലുള്ള ഒരു മുഖ്യമന്ത്രി സലാലയിൽ സന്ദർശിക്കുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് സലാലയിലുള്ള എല്ലാ ജനങ്ങളും. പ്രവാസോത്സവം സലാല ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ നിലയിലും ഇവിടെയുള്ള മലയാളികളും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെല്ലാം വലിയ ആവേശത്തിലാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ നാടും ജനതയും എല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്, അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലത്തെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ സന്തോഷം തോന്നുന്നു. വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷത്തിലോട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടി കേരള മുഖ്യമന്ത്രിയുടെ സലാല സന്ദർശനം വളരെ ഇവിടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സലാലയുടെ ഒരു അനുഗ്രഹമായി കാണുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാള മിഷൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നതാണ്. എന്താ പറയുക, ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. എനർജറ്റിക് എന്തൂസിയാസ്റ്റിക് സന്ദർശനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഇവിടെ ഈ സലാല ദേശത്ത് വന്നിട്ടാണ് ഞങ്ങൾക്ക് കാണാനൊരു അവസരം കിട്ടുന്നത്. ഇതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഒരുപാട് സന്തോഷം, ഒരുപാട് ആഗ്രഹത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിനെ കാണാനായിട്ട്. ഇതിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ സലാല മൊത്തത്തിൽ ആവേശകരമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും മുഖ്യമന്ത്രിയുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് സലാലയിലെത്തിയാണ്. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. സലാലയിൽ വളരെ ആവേശത്തിലാണ്. ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികളായ പ്രവാസികൾക്ക് മലയാളം പഠിക്കാനൊരു സുവർണാവസരം. മലയാളം മിഷൻ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് സലാലയിൽ. ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ അഭിമാനമുണ്ട്. ലോക കേരള സഭ മുഖ്യമന്ത്രിയെ സലാലയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ലോക കേരള സഭ അംഗങ്ങളുടെ നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. സലാലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന മുഖ്യമന്ത്രി വരെയാണ്. മലയാള മിഷന്റെ മുൻ കോർഡിനേറ്റർ എന്നതിൽ ഏറെ സന്തോഷം. മുഖ്യമന്ത്രി മലയാള മിഷൻ ചെയർമാൻ കൂടി അദ്ദേഹത്തെ കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതായിരുന്നില്ല. എല്ലാവരും തന്നെ മലയാള മിഷന്റെ കുട്ടികളായാലും അധ്യാപകരായാലും അതിൻ്റെ സംഘാടകരായാലും എക്സിക്യൂട്ടീവ് ആയാലും എല്ലാവരും തന്നെ വളരെ വളരെ സന്തോഷത്തിലാണുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘാടകർ എല്ലാവരും നമ്മുടെ മലയാളികളുടെ വീടാന്തരം കയറി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഒരു ആവേശമായിട്ടാണ് കാണുന്നത്. അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ സാനിഷ് ചാവക്കാടിനോടൊപ്പം KA റഹീം, കൈരളി ന്യൂസ്, സലാല.